കാർഡമം പ്ലാന്റർ ഇടുക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഏലത്തിന് നല്ല ഉണക്ക് ബാധിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മുടെ കർഷകരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും നമ്മളോട് പുതിയൊരു എപ്പിസോഡിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്, ഏലത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വർഷം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ വർഷം ചൂടായിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ചൂടായിരുന്ന സമയത്ത് മഴ പെയ്തത് ഭയങ്കര മഴയായിരുന്നു. ഇപ്രാവശ്യവും നമുക്ക് ആ മഴ തന്നെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മഴ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചൂട് കൂടുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, ഏലം കരിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വെള്ളം ഒഴിക്കും. അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഈ ചൂട് കൂടുമ്പം ഓട്ടോമാറ്റിക്കലി ഈ വേരുകൾ കരിയുന്നത് കൊണ്ടാണ് പിന്നീട് മഴ വരുമ്പം ചീച്ചിൽ അനുഭവപ്പെടുന്നത്, അഴുകൽ രോഗം ഉണ്ടാകാനുള്ള മെയിൻ കാരണം. അപ്പം മാക്സിമം ചെടിയെ പിടിച്ചു നിർത്താനുള്ള വെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായി വെള്ളം ഒഴിച്ച് ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരണ്ട. അങ്ങനെ ഏലത്തെ പിടിച്ചു നിർത്തുക, ഈ മഴയിൽ നിന്ന് മഴ വരുന്നിടം വരെ നമുക്കത് പിടിച്ചു നിർത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാനായിട്ടുള്ളൂ. വേനൽ ചൂടിൽ ഇലകൾ കരിഞ്ഞു വരുന്നതും ഊരിൻ്റെ ശല്യവും ഭയങ്കരമായിട്ട് കർഷകർ പറഞ്ഞു വരുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് അതിനായിട്ട് ചെയ്യേണ്ടത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മരുന്നടിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിന് പുറമെ കറക്റ്റായ സമയങ്ങളിൽ മാക്സിമം ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം അതിനുള്ളിൽ തന്നെ മരുന്നടിച്ച് കൊടുക്കുക. ആ ഒരു സാഹചര്യം നിലനിർത്തി നമുക്ക് ഏലത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ അവസ്ഥയിൽ ചെയ്യാനുള്ളത്. കൂടുതലായിട്ട് ഈ അവസ്ഥയിൽ എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ് ഏലത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കാരണവന്മാരായിട്ട് ചെയ്തു വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ കറക്റ്റായിട്ടുള്ള മറുപടി അതിന് തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ബൈ.